വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്ന് തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. കോൺഗ്രസിനെ വിട്ടിലാക്കിയ പ്രാദേശിക നേതാവുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതാണ് പാലോട് രവിക്ക് അപകടമായത്. അദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹം വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു. പാർട്ടി പ്രവർത്തകന് നൽകിയ ജാഗ്രതാ നിർദ്ദേശമാണ് പുറത്തു വന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. പക്ഷേ ആ വിശദീകരണം നിലനിൽക്കുന്നതായി തോന്നിയില്ല. ഏതായാലും പാലോട് രവി രാജിവെച്ചിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകന് നൽകിയ ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ്, വേണ്ട പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ അത് പാർട്ടിയെ ബാധിക്കും എന്ന താക്കീത് നൽകുകയായിരുന്നു താൻ ചെയ്തതെന്നാണ് പ്രാദേശിക നേതാവുമായുള്ള ഫോൺ സംഭാഷണം ചോർന്നപ്പോൾ അതിന് വിശദീകരണമായി പാലോട് രവി നൽകിയിരുന്നത്. ഏതായാലും DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. ശ്രീജിത്ത്, പ്രാദേശിക നേതാവുമായി അദ്ദേഹം നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു വന്നതോടുകൂടിയാണ് പാർട്ടിയെ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടലായത് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇതാണോ പാലോട് രവിയുടെ രാജിയിലേക്ക് നയിച്ചത്? അദ്ദേഹം ചില വിശദീകരണം നൽകിയിരുന്നു. മറ്റേതെങ്കിലും തരത്തിലൊരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണോ പാലോട് രവിയുടെ രാജി? എന്താണ് വിശദാംശങ്ങൾ ശ്രീജിത്ത്? തിരഞ്ഞെടുപ്പ് വർഷത്തിൽ കോൺഗ്രസിനും UDF-നും ആകെ നാണക്കേടുണ്ടാക്കിയ ഫോൺ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാലോട് രവി ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാജി KPCC നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചന. കാരണം പാലോട് രവിയുടെ സംഭാഷണം ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്നതല്ല, പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കി എന്ന വികാരത്തിലായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള പുതിയ നേതൃത്വം. പ്രതിപക്ഷ നേതാവ് VD സതീശനും സമാനമായ നിലപാടായിരുന്നു. ഈ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ പാലോട് രവി രാജിവെക്കുകയായിരുന്നു. രാജി നേതൃത്വത്തിന്റെ മനസ്സറിഞ്ഞുള്ള നീക്കമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പാലോട് രവിയുമായി ഫോണിൽ സംഭാഷണം നടത്തിയ വാമനപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ജലീലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനവും ഇന്നിപ്പോൾ എടുത്തിട്ടുണ്ട്. ജലീലുമായി നടത്തിയ സംഭാഷണമാണ് ഇത്തരത്തിൽ ചോർന്ന് പുറത്തു വരികയും അത് വലിയ നാണക്കേടുണ്ടാക്കുകയും ചെയ്തത്. ഈ രണ്ട് നടപടികളും ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വാമനപുരം ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജലീലിനെ മാറ്റുന്നത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ പാലോട് രവിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഈ വാർത്താക്കുറിപ്പിലില്ല. എങ്കിലും പാലോട് രവിയുടെ സംഭാഷണം പുറത്തായതിലും പാലോട് രവി നടത്തിയ മുതിർന്ന നേതാവിന്റെ പക്വതയില്ലാത്ത തരത്തിലുള്ള പ്രതികരണം ആരോട് സംസാരിക്കുമ്പോൾ ആണെങ്കിലും അത് ഉണ്ടാവാത്തതിൽ പാർട്ടി നേതൃത്വത്തിന് കടുത്ത അമർഷമുണ്ടായിരുന്നു. ഇതുകൂടി ഹൈക്കമാൻഡ് നേതൃത്വമായി അടക്കം കൺസൾട്ട് ചെയ്ത ശേഷമാണ് ഇത്തരമൊരു നടപടിയെടുത്തത്. ഒരു ആഴ്ചക്കകം KPCC പുനഃസംഘടന വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാലോട് രവി രാജിവെച്ചാലും കുഴപ്പമില്ല എന്നായിരുന്നു നേതൃത്വത്തിന്റെ നിലപാട്. ഒരാഴ്ചക്കകം കേരളത്തിലാകെ കോൺഗ്രസിൽ പുനഃസംഘടന വരാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട അവസാന റൗണ്ട് ചർച്ചകളിലേക്ക് നേതൃത്വം കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് പാലോട് രവിയുടെ രാജി ഇപ്പോൾ എഴുതി വാങ്ങുന്നതിൽ ഒരു കുഴപ്പമില്ല. പാർട്ടിയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ അത് ഉപകരിക്കുമെന്ന വികാരമാണ് നേതൃത്വത്തിലുള്ളത്. ശ്രീജിത്ത്, ഈ കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കാകും, LDF-ന് മൂന്നാമതും തുടർഭരണം ലഭിക്കും എന്നൊക്കെ എന്ന നിലയിലായിരുന്നു പാലോട് രവിയുടെ ഈ ചോർന്നു വന്ന ഓഡിയോ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നത്. അതിന് അദ്ദേഹം നൽകിയ ഒരു വിശദീകരണം ഇത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി അണികളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി താൻ നൽകിയ ഒരു താക്കീതാണ്, അതല്ല അതൊരു സന്ദേശമെന്ന നിലയിലാണ് നൽകിയത്. അല്ലാതെ പാർട്ടി യോഗങ്ങൾ കൂടുമ്പോഴൊക്കെ താൻ പറയാറുള്ള കാര്യമാണ്, വളരെ ഗൗരവമായ നിലവിലെ സാഹചര്യം കാണണം, നല്ല ജാഗ്രത ഉണ്ടാകണം, മണ്ഡലങ്ങളിൽ പലയിടങ്ങളിലും ത്രികോണ മത്സരം നടക്കുന്നു, അതുകൊണ്ട് വളരെ ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്ക് കയറിപ്പോരാൻ കഴിയൂ. ഈ തരത്തിൽ അണികളെ ഒന്ന് ഉണർത്തുന്നതിനും അവർക്ക് ഒരു ഉത്തേജനം നൽകാനും ഒക്കെയാണ് താൻ ഈ സംഭാഷണത്തിലൂടെ ശ്രമിച്ചത് എന്ന ഒരു വിശദീകരണം പാലോട് രവി നൽകിയിരുന്നു. ഇത് KPCC നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല എന്നതാണോ ഈ രാജിയിലേക്ക് കലാശിച്ചത്? ഈ ഫോൺ സംഭാഷണം പുറത്തു വന്ന വിവാദമായ ശേഷമാണ് പാലോട് രവി ഇത്തരത്തിലുള്ള ചില ന്യായീകരണങ്ങളുമായി രംഗത്ത് വന്നത്. അതൊക്കെ അദ്ദേഹത്തിന്റെ പദവി സംരക്ഷിക്കാനുള്ള, സ്ഥാനം സംരക്ഷിക്കാനുള്ള ചില രക്ഷാപ്രവർത്തനമായി മാത്രമേ KPCC നേതൃത്വം കണക്കിലെടുത്തു. ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന പ്രവൃത്തിയല്ല പാലോട് രവിയെ പോലെ പലതവണ MLA ആയ, KPCC ജനറൽ സെക്രട്ടറി ആയ, സംസ്കാര സാഹിത്യ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരുന്ന ഒരാളിൽ നിന്നുണ്ടായത് എന്ന വികാരത്തിലായിരുന്നു KPCC-യുടെയും കോൺഗ്രസിന്റെയും ആകെ നേതൃത്വം. മാത്രമല്ല UDF നേതാക്കൾക്കും ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ അതൃപ്തി ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ പാലോട് രവിയെ നിർത്തി മുന്നോട്ട് പോകുക അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് KPCC നേതൃത്വം ഈ ശക്തമായി ഇടപെട്ടത്. അദ്ദേഹത്തിന്റെ ന്യായീകരണം ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും അവർ കണക്കിലെടുത്തിരുന്നില്ല. അദ്ദേഹം നടത്തിയ ന്യായീകരണങ്ങൾക്ക് വെറും വാചാടോപങ്ങൾ മാത്രമായിരുന്നു എന്ന വികാരമാണ് പല നേതാക്കളും നമ്മളോട് പങ്കുവച്ചത്. മാത്രമല്ല പാർട്ടിയുടെ ആകെ തന്നെ ഒരു മൊറയിലിനെ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ആത്മവീര്യം കെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായത്. മാത്രമല്ല ഈ LDF മൂന്നാമതും വരുമെന്ന് മാത്രമല്ല 60 സീറ്റിനെങ്കിലും BJP വലിയ മുന്നേറ്റം നടത്തും എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളുണ്ട്. അപ്പോൾ BJP അനുകൂലമായിട്ടുള്ള ചില പ്രസ്താവനകളും ഈ പുറത്തു വന്ന ഫോൺ സംഭാഷണത്തിലുണ്ട്. ഇത് ഒരു തരത്തിലും നീതീകരിക്കാവുന്നതല്ല, ന്യായീകരിക്കാവുന്നതല്ല എന്ന വികാരമാണ് അദ്ദേഹത്തിന്റെ രാജിയിൽ കലാശിച്ചത്. അത് KPCC നേതൃത്വത്തിന്റെ ഇംഗിതം മനസ്സിലാക്കി പാലോട് രവി രാജി അങ്ങോട്ട് നൽകുകയായിരുന്നു. എന്നാൽ ആ രാജി പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടതാണ് എന്നതാണ് വ്യക്തം. ശരി, തിരുവനന്തപുരം DCC അധ്യക്ഷ പദവി പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നും
ഒരു പ്രാദേശിക നേതാവുമായി അദ്ദേഹം നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു വന്നതാണ് പാലോട് രവിക്ക് വിനയായത്. LDF-ന് മൂന്നാമതും തുടർഭരണം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം നഗരസഭയിലടക്കം കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും കോൺഗ്രസിൻ്റെത് അധോഗതിയായിരിക്കുമെന്നും കോൺഗ്രസിൽ നിന്ന് ധാരാളം പേർ BJP-യിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ ഒരു പ്രാദേശിക നേതാവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പാലോട് രവി പറഞ്ഞതാണ് പുറത്തു വന്നത്. അതോടുകൂടി പാലോട് രവിക്ക് ഇക്കാര്യത്തിൽ പ്രതിരോധം തീർക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. അദ്ദേഹം ചില വിശദീകരണങ്ങൾ നൽകിയെങ്കിലും അത് സ്വീകരിക്കാൻ KPCC നേതൃത്വം തയ്യാറായിട്ടില്ല എന്നാണ് R. ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ KPCC നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ്, അത് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ആവശ്യത്തെ തുടർന്നാണ് പാലോട് രവി ഇപ്പോൾ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. R. ശ്രീജിത്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്തത്.